നമ്മളൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതിനപ്പുറമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം തരുന്നത്. ഒത്തൊരുമ എങ്ങനെയാണ്? പ്രത്യേകിച്ച് യുവാക്കളെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അവർ ഒരുമിച്ചൊരു നല്ല കാര്യം ചെയ്താലുണ്ടല്ലോ. അതുകൊണ്ടാ സഹോദരങ്ങളെ, നിങ്ങളുടെ ദുആ എനിക്ക് വേണമെന്ന് എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ചെറുപ്പക്കാർ ദുആരെന്നാൽ അതൊരു വലിയ ഭാഗ്യമായിരിക്കും. അല്ലാഹു നമുക്ക് തരുന്ന വലിയ ഭാഗ്യം. ഈ മജ്ലിസിന്റെ ദുആ കൊണ്ട് എന്റെ കുടുംബത്തിൽ ഒരു അത്ഭുതം നടന്നതെന്താ? എന്റെ പ്രിയപ്പെട്ട ഉപ്പ റമളാൻ മാസത്തിന്റെ 17 വെള്ളിയാഴ്ച കിടന്ന് രാവിലെ 9 മണിക്ക് മരണപ്പെട്ടു. അല്ലാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ദറസിൽ പഠിക്കുന്ന സമയം തലയിൽ കെട്ടുന്നതിന് വേണ്ടി ഒരു വെള്ള തോർത്തു വാങ്ങിത്തരാൻ പറഞ്ഞപ്പോൾ, മോനെ എന്റെ കയ്യിൽ കാശില്ല, ഒരു പേന വാങ്ങാൻ പറഞ്ഞാൽ 2 മാസം കഴിയണം അതിന് മറുപടി കിട്ടാൻ 2 രൂപയുടെ പേന. അത്രയ്ക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടും നജീബ് ഉസ്താദിനൊക്കെ നല്ലതുപോലെ അറിയാം. ബാക്കിയാത്തിൽ പഠിക്കുമ്പോൾ ശരിക്ക് സാമ്പത്തികമായ പ്രയാസം അനുഭവിച്ചവരുടെ കൂട്ടത്തിലുള്ളവരാണ് നമ്മൾ. എടുത്ത് പുറത്തുപോയി ഭക്ഷണം കഴിക്കാൻ നമ്മുടെ കയ്യിൽ കാശില്ലായിരുന്നു, ചായ വാങ്ങി കുടിക്കാനില്ല. അസുഖം വരുമ്പോൾ ഫ്രീ ആയി ചികിത്സിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് അവര് തരുന്ന മരുന്ന് വാങ്ങി ബാനി അസ്റത്തിന്റെ മഖാമിന്റെ മുന്നിൽ വന്ന് ഫാത്തിഹ ഓതിയിട്ട് കഴിക്കാനല്ലാതെ പൈസ കൊടുത്ത് ഗുളിക വാങ്ങാനുള്ള ഗതി പോലുമില്ല. പക്ഷെ അന്നും ഉപ്പ പറഞ്ഞിരുന്ന ഒരു വലിയ മനസ്സുണ്ട്, മക്കളെ നമ്മളെയൊക്കെ അല്ലാഹു സഹായിക്കുമടാ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചത്. പക്ഷേ ഒരുപാട് ഇബാദത്തുകൾ എന്റെ ഉപ്പ ചെയ്തിട്ടില്ല, ധാരാളം അമലുകൾ ചെയ്തിട്ടില്ല. അവസാനം അല്ലാഹു കൊടുത്ത മഹാഭാഗ്യമില്ലേ, എന്തൊരു പ്രകാശമായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ചപ്പോൾ മുഖത്ത്. അല്ലാഹു തആല സ്വർഗം കൊടുക്കുമാറാകട്ടെ. വെള്ളിയാഴ്ച 9 മണിക്ക് മരണപ്പെട്ടു. 12 മണിയായപ്പോൾ ഖബറിലേക്ക് ഇറക്കി വെച്ചു. ജുമാ ബാങ്ക് കേട്ടപ്പോൾ തൽക്കീൻ ഓതി തീർന്നു, ദുആ ചെയ്ത് കഴിഞ്ഞു. എന്തൊരു ഭാഗ്യം! അടക്കി കഴിഞ്ഞിട്ടൊരു വലിയ മഴയുടെ സമയത്ത് ഇത്രയും സമയം മഴയില്ലായിരുന്നു. അടക്കി കഴിഞ്ഞപ്പോൾ ഒരു വലിയ മഴ. നാട്ടുകാർക്ക് മുഴുവനും അത്ഭുതം. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞതെന്താ? ഇൽമിന്റെ മജ്ലിസിൽ അദ്ദേഹത്തിന്റെ മകൻ പോയി ചെയ്ത ദുആയുടെ പുണ്യമാണ് ആ കിട്ടിയ ഭാഗ്യമെന്ന് പറഞ്ഞു പോയെങ്കിൽ, പുതിയങ്ങാടിയിൽ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു ചെറിയ മജ്ലിസായിട്ട് ഒരിക്കലും ഞാൻ മനസ്സുകൊണ്ട് കരുതുന്നില്ല. ആളുകൂടിയതുകൊണ്ടല്ല. 10 പേരാകട്ടെ ദീൻ പറയാൻ വേണ്ടി ഇഖ്ലാസോടുകൂടി ആത്മീയ ഗുരുനാഥന്മാർക്ക് ഫാത്തിഹ ഓതി എഴുന്നേറ്റ് നിൽക്കുന്ന മജ്ലിസ് സ്വർഗത്തിന്റെ പൂങ്കനി പൂത്ത് വിളയാടുന്ന മജ്ലിസുകളാണ്. അവിടുത്തെ ദുആയ്ക്ക് വല്ലാത്ത വിലയുണ്ട്, അവിടുത്തെ ആമീനിന് വല്ലാത്ത നിലയുണ്ട്.